Hello students, welcome to Litloom. അപ്പോൾ +1 ഇംഗ്ലീഷ് യൂണിറ്റ് 1 ദ മിറർ വിത്തിൻ ആൻഡ് ഫൂഫി അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫൂഫിയുടെ ചാപ്റ്റർ തീരുന്നത് വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതിലുണ്ടാവും. അതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒരു പാർട്ട് 2 ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം നോക്കിയേ, ഓ സ്നെയിൽ ക്ലൈം മൗണ്ട് ഫുജി ബട്ട് സ്ലോലി എ ഹൈക്യൂ. അപ്പം എന്താണ് പറയുന്നത്? ഫുജി മല കയറൂ, പക്ഷേ പതുക്കെ. ഇതൊരു ഹൈക്യൂ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഹൈക്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി. ഹൈക്യൂ is an unrhymed Japanese poem of 3 lines. It often features an image or a pair of images meant to depict the essence of specific moment in life. അതായത് ഹൈക്യൂ എന്നത് 3 വരികളുള്ള ഒരു ജപ്പാനീസ് കവിതയാണ്. ഒരു പ്രത്യേക നിമിഷത്തിന്റെ സാരാംശം മനോഹരമായി അവതരിപ്പിക്കാൻ ഒരു ദൃശ്യമോ 2 ദൃശ്യങ്ങളുടെ കൂട്ടായ്മയോ ഇതിൽ സാധാരണയായി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നോക്കിയേ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഒച്ചിനോട് പതുക്കെ ഫുജി മല കയറൂ. ഓ സ്നെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒച്ചാണ്. അപ്പോൾ ഒച്ചിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന വരികളാണ് ഇത്. അപ്പം നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് യു വെയർ ദി സ്നെയിൽ ക്ലൈംബിംഗ് ദി മൗണ്ടൻ ഓഫ് യുവർ ലൈഫ്, ഹൗ വുഡ് യു കീപ് യുവർ സെൽഫ് മോട്ടിവേറ്റഡ്? എന്താണ് അർത്ഥം? നിങ്ങളുടെ ജീവിതം എന്ന മല കയറുന്ന ഒച്ചാണെങ്കിൽ, അതായത് നിങ്ങൾ ജീവിതം എന്ന മല കയറുന്ന ഒരു ഒച്ചാണെങ്കിൽ നിങ്ങളെ എങ്ങനെ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം നോക്കിയാലോ. ഇഫ് ഐ വെയർ ദി സ്നെയിൽ ഐ വുഡ് കീപ് ക്ലൈംബിംഗ് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം വിത്തൗട്ട് ഗിവിംഗ് അപ്പ്. അതായത് ഞാൻ ഒച്ചായിരുന്നുവെങ്കിൽ ഒരിക്കലും കൈവിടാതെ ഓരോ ചുവടായി മുന്നോട്ട് കയറിക്കൊണ്ടേയിരിക്കും. I would keep going, believing in myself and staying patient even when the journey is difficult. എന്നിൽ വിശ്വാസം വെച്ച് യാത്രയുടെ പ്രയാസകരമായ ഘട്ടമായാലും ക്ഷമയോടെ ഞാൻ മുന്നോട്ട് പോകും എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് ചോദിക്കുകയാണ്, I would tell myself that every small step brings me closer to my goal. എന്നാൽ ഓരോ ചെറിയ ചുവടും എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു എന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയും അതിലൂടെ പ്രചോദനം നേടുകയും ചെയ്യും. അപ്പം നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉത്തരം എഴുതിക്കൂടെ? അപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. അടുത്തതായിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, നോക്കിയോ. ഡു യു തിങ്ക് പ്രോഗ്രസ് ക്യാൻ ബി ഡിഫൈൻഡ് ബൈ പേസ്? ഷെയർ യുവർ വ്യൂസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അതായത് ഒരു വ്യക്തിയുടെ പുരോഗതി അയാളുടെ വേഗത കൊണ്ട് മാത്രം നിർവചിക്കാനാകുമോ? പേസ് എന്ന് പറഞ്ഞാൽ വേഗതയാണേ. അപ്പം നിങ്ങളുടെ അഭിപ്രായം സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഐ തിങ്ക് പ്രോഗ്രസ് ഈസ് അബൌട്ട് മൂവിങ് ഫോർവേഡ് ആൻഡ് ഇംപ്രൂവിങ് നോ മാറ്റർ ഹൗ ഫാസ്റ്റ് ഓർ സ്ലോ. അതായത് എൻ്റെ അഭിപ്രായത്തിൽ പുരോഗതി എന്നത് വേഗതയല്ല, മുന്നോട്ട് പോവുകയും ഓരോ ദിവസവും മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പം അടുത്തത്, I believe speed is not important because everyone has their own journey and steady effort leads to success. അതായത് എല്ലാവർക്കും അവരുടേതായ ജീവിതയാത്രയുണ്ട്, അതിനാൽ വേഗത അത്ര പ്രധാനമല്ല, സ്ഥിരമായ പരിശ്രമമാണ് ജീവിതത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ഉത്തരം നമുക്ക് അവിടെ എഴുതാം. The haiku does not tell us whether the snail reaches the peak. Which is more important, the journey or the destination? Discuss. അതായത് ഒച്ചില്ലേ, സ്നെയിൽ, അത് മലമുകളിൽ എത്തിയോ എന്ന് ഹൈക്യൂവിൽ പറയുന്നുണ്ടോ? ഇല്ല. ഏതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്? നിങ്ങളോടുള്ള ചോദ്യമാണ്. യാത്രയാണോ അതോ ലക്ഷ്യസ്ഥാനമാണോ ഏറ്റവും പ്രധാനപ്പെട്ടത്? ചർച്ച ചെയ്യുക. അപ്പൊ അതിന് ഉത്തരം നോക്കാം. I think the journey is more important because it teaches us valuable lessons, builds our character and help us grow. The destination is important, but the experience we gain along the way stay with us forever. അതായത് എൻ്റെ അഭിപ്രായത്തിൽ യാത്രയാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. കാരണം യാത്ര നമ്മെ വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുകയും നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുകയും വ്യക്തിത്വ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു, അല്ലേ? അതുപോലെ തന്നെ ലക്ഷ്യസ്ഥാനവും പ്രധാനമാണ്. എന്നാൽ യാത്രയിൽ നാം നേരിടുന്ന അനുഭവങ്ങൾ ജീവിതകാലം മുഴുവൻ നമ്മോടൊപ്പം തന്നെ നിലനിൽക്കും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഉത്തരം എഴുതാം. അതായത് ജേർണിയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഡെസ്റ്റിനേഷനേക്കാൾ. അതായത് നമ്മൾ എവിടെ എത്തിപ്പെടുന്നു എന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ എത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ യാത്ര എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്.
നൗ അറ്റംപ്റ്റ് എ ഹൈക്യു ഓഫ് എനി ടോപ്പിക് ഓഫ് യുവർ ചോയ്സ്. അപ്പം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്കൊരു ഹൈക്യു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അപ്പം ഞാൻ രണ്ട് എക്സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഹൈക്യു നോക്കാം. മോർണിംഗ് ഡ്യൂ സ്പാർക്കിൾസ് ബേർഡ്സ് വെൽക്കം ദി റൈസിംഗ് സൺ, ഹോപ്പ് ബ്ലൂംസ് എവറി ഡേ. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? പ്രഭാതത്തിലെ മഞ്ഞു തുള്ളികൾ തിളങ്ങുന്നു, സ്പാർക്കിൾസ് തിളങ്ങുന്നു. ഉദയസൂര്യനെ പക്ഷികൾ സ്വാഗതം ചെയ്യുന്നു. റൈസിംഗ് സൺ അതായത് ഉദിച്ചു വരുന്ന സൂര്യനാ. ഹോപ്പ് ബ്ലൂംസ് എവറി ഡേ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ ഓരോ ദിവസവും വിരിയുന്നു. ഇനി അടുത്ത ഹൈക്യു നോക്കാം. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതാം. ടൈനി സീഡ്സ് ഗ്രോ ടോൾ, പേഷ്യന്റ് റൂൾസ് ഹോൾഡ് ഡ്രീംസ് ബിലോ, സ്പ്രിംഗ് റിവാർഡ്സ് ദി എർത്ത്. എന്താണ്? ചെറിയ വിത്തുകൾ ഉയർന്നു വളരുന്നു. ക്ഷമയുള്ള വേരുകൾ, പേഷ്യന്റ് റൂട്ട്സ്, വേരുകൾ സ്വപ്നങ്ങളെ മണ്ണിനടിയിൽ താങ്ങി നിർത്തുന്നു. സ്പ്രിംഗ് എന്താണ്? വസന്തമാണ്, വസന്തകാലമാണ്. വസന്തം ഭൂമിക്ക് റിവാർഡ് കൊടുക്കുന്നു, പ്രതിഫലം നൽകുന്നു. അപ്പം ഈ രണ്ട് ഹൈക്യു നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി നോക്കിയേ, ലെറ്റ്സ് പോസ് ആൻഡ് പോണ്ടർ. On our front wall, someone had written in Afrikaans hex. That means witch. Do you think torturing the cats was caused by superstition, prejudice or both? അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങളുടെ വീടിന്റെ മുൻവശത്തെ മതിലിൽ ആരോ ആഫ്രിക്കാൻസ് ഭാഷയിൽ ഹെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രവാദി എന്ന് എഴുതിയിരുന്നു. പൂച്ചകളെ പീഡിപ്പിച്ചതിന് കാരണം അന്ധവിശ്വാസമാണോ മുൻവിധിയാണോ അതോ രണ്ടുമാണോ? അഭിപ്രായം എഴുതുക എന്നാണ് ചോദ്യം. അപ്പം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ സൂപ്പർസ്റ്റിഷൻ, മുൻവിധി എന്ന് പറഞ്ഞാൽ പ്രജുഡിസ്. അപ്പൊ അതിന് ഉത്തരം നമുക്ക് നോക്കാം. I think torturing the cats was caused by both superstition and prejudice. അതായത് എൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? പൂച്ചകളെ പീഡിപ്പിച്ചതിന് കാരണം എന്താണ്? അന്ധവിശ്വാസവും മുൻവിധിയും രണ്ടുമാണ് എന്ന് നമുക്ക് ആദ്യം എഴുതാം. പിന്നെ അന്ധവിശ്വാസം എന്താണെന്ന് നമുക്ക് എഴുതാം. Some people believed that black cats were associated with witchcrafts or bad luck. Because of these false beliefs, they thought harming the cats would remove the evil or bring good luck. അതായത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ കറുത്ത പൂച്ചകൾ മന്ത്രവാദത്തോടോ അല്ലെങ്കിൽ ദൗർഭാഗ്യത്തോടോ ബന്ധപ്പെട്ടവയാണെന്ന് ചിലര് വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നു. ഈ തെറ്റായ വിശ്വാസം കാരണം പൂച്ചകളെ ഉപദ്രവിച്ചാൽ ദോഷം മാറുകയോ അല്ലെങ്കിൽ ഭാഗ്യം ലഭിക്കുകയോ ചെയ്യുമെന്നാണ് അവർ കരുതുന്നത്. അങ്ങനെയാണ് പൂച്ചകളെ കൊലപ്പെടുത്തിയത്. ഇനി പ്രജുഡിസ്, മുൻവിധിയുടെ കാര്യം പറയുകയാണെങ്കിൽ, the sign written in Afrikaans hex, meaning witch, shows that people had a biased and cruel attitude towards black cats and their families simply because they were different. അതായത് മതിലിൽ ഹെക്സ് അല്ലെങ്കിൽ മന്ത്രവാദിനി എന്ന് എഴുതിയത് അവർ വ്യത്യസ്തരാണ് എന്ന കാരണത്താൽ ആ കുടുംബത്തോടും അവരുടെ കറുത്ത പൂച്ചകളോട് ആളുകൾ പക്ഷാപാതപരവും ക്രൂരവുമായ സമീപനം പുലർത്തിയിരുന്നു എന്ന് കാണിക്കുന്ന ഒരു രീതിയാണത്. നോക്കിയേ, സോ ഇറ്റ് വാസ് ബോത്ത് സൂപ്പർസ്റ്റിഷൻ ആൻഡ് പ്രജുഡിസ് ദാറ്റ് ലെഡ് ക്രൂവൽ ട്രീറ്റ്മെന്റ് ഓഫ് കാറ്റ്സ്. അപ്പം നമുക്ക് എങ്ങനെ അത് എൻഡ് ചെയ്യാം? ആയതിനാൽ ബോത്ത് സൂപ്പർസ്റ്റിഷൻ ആൻഡ് പ്രജുഡിസ്, അന്ധവിശ്വാസവും മുൻവിധിയും ചേർന്നാണ് പൂച്ചകളോട് ഈ ക്രൂരത അല്ലെങ്കിൽ ക്രൂരമായ പെരുമാറ്റത്തിന് കാരണമായത് എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്താം. നോക്കിയേ, രണ്ടാമത്തെ ചോദ്യം. They were two sisters who loved and hated each other. It was a strange relationship. Have you observed such strange behavior among humans? Discuss. അതായത് അവർ പരസ്പരം സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്തിരുന്ന രണ്ട് സഹോദരിമാരായിരുന്നു എന്ന് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ടല്ലേ. അതൊരു വിചിത്രമായ ബന്ധമായിരുന്നു, സ്ട്രേഞ്ച് റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പം മനുഷ്യരിലും ഇത്തരത്തിലുള്ള പെരുമാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചർച്ച ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ഉത്തരം ഞാൻ വായിക്കാം. Yes, such strange behavior can be seen among humans too, like siblings who love each other deeply but often fight over little things. അതായത് എന്താണ്? ഇത്തരത്തിലുള്ള വിചിത്രമായ പെരുമാറ്റം മനുഷ്യരിലും പ്രത്യേകിച്ച് സഹോദരങ്ങൾക്കിടയിൽ കാണാൻ കഴിയും. അവർ പരസ്പരം വളരെ സ്നേഹിക്കുന്നവരായിരിക്കും അല്ലേ, എന്നാൽ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഇടയ്ക്ക് വഴക്കിടുകയും ചെയ്യും. വഴക്കിട്ടാലും പിന്നീട് വീണ്ടും ഒരുമിച്ച് സ്നേഹത്തോടെയും കരുതലോടെയും ജീവിക്കുന്നവരായിരിക്കുമല്ലോ അവര്. അപ്പം യഥാർത്ഥ സ്നേഹം അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ നിലനിൽക്കുമെന്നാണ്
അത് കാണിക്കുന്നത്. ഓക്കെ, ഫൂഫി ആൻഡ് പാദർ വെയർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഫൂഫിയും പാദറും അതുപോലെ തന്നെ അല്ലായിരുന്നല്ലോ, ആയിരുന്നുവല്ലോ. ദേ ലവ്ഡ് ഈച്ച് അതേഴ്സ് കമ്പനി. അവർ പരസ്പരം കൂട്ടായ്മ ഇഷ്ടപ്പെട്ടിരുന്നു. ദേ പ്ലേഡ്, ചേസ്ഡ്, കഡിൽ ആൻഡ് സ്ലെപ്റ്റ് ടുഗെദർ. അവരെന്തായിരുന്നു, ഒരുമിച്ച് കളിക്കുകയും ഓടിപ്പിടിക്കുകയും ചേർന്ന് കിടന്നുറങ്ങുകയും ഒക്കെ അവർ ചെയ്തിരുന്നു. ദേ ഓൾസോ ഫോട്ട് ഓവർ ഫുഡ്, സ്പേസ് ആൻഡ് അറ്റൻഷൻ. അപ്പോൾ ഭക്ഷണം, സ്ഥലം, പിന്നെ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ശ്രദ്ധ എന്നിവയുടെ പേരിൽ ചിലപ്പോൾ അവർ വഴക്കിടുകയും ചെയ്തിരുന്നു. വൺ മൊമെന്റ് ദേ വെർ ഗ്രൂമിങ് ഈച്ച് അതർ ആൻഡ് ദി നെക്സ്റ്റ് ദേ വെർ ഇൻ എ പ്ലേഫുൾ ഫൈറ്റ്. അതായത് ഒരു നിമിഷം പരസ്പരം സ്നേഹത്തോടെ പരിപാലിച്ചിരുന്നെങ്കിൽ അടുത്ത നിമിഷം ഭയങ്കര വഴക്കിലുമായിരിക്കും അവർ. അപ്പം നോക്കിയേ ലാസ്റ്റ് സെൻറ്റൻസ്, ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് റിലേഷൻഷിപ്പ് ബട്ട് അറ്റ് ദി ഹാർട്ട് ഓഫ് ഇറ്റ് വാസ് അൺകണ്ടീഷണൽ ലവ്. അപ്പം അവരുടെ ബന്ധം വിചിത്രമായിരുന്നുവെങ്കിലും അതിൻ്റെ അടിസ്ഥാനം നിസ്വാർത്ഥമായ ഒരു സ്നേഹമായിരുന്നു, അല്ലേ? അപ്പം ഇങ്ങനെ ഒരു ആൻസർ നിങ്ങൾക്ക് അവിടെ കൊടുക്കുന്നതാണ്. അപ്പം നോക്കിയേ ടെക്സ്റ്റിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. The word puppy means a young dog. The term reflects the playful and endearing nature of these young canines. The word is believed to have originated from the French term poupée, meaning doll or toy, referring to something small and charming. അപ്പോൾ പപ്പി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, നായക്കുട്ടി എന്നാണ്. അപ്പോൾ ഈ പദം ചെറിയ നായകളുടെ കളിയാട്ട സ്വഭാവവും സ്നേഹം തോന്നിപ്പിക്കുന്ന ഭംഗിയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പം പപ്പി എന്ന ഈ വാക്ക് ഫ്രഞ്ച് ഭാഷയിലെ ഏതാണ്, പൂപ്പി അല്ലെ പൂപ്പേ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വായിക്കാം എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ. അപ്പോൾ പൂപ്പി എന്നതിന് പാവ അല്ലെങ്കിൽ എന്താണ്, ടോയ്, കളിപ്പാട്ടം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ചെറിയതും മനോഹരവും അതുപോലെ സ്നേഹം തോന്നിപ്പിക്കുന്നതുമായ ഒന്നിനെ സൂചിപ്പിക്കാനാണ് ആക്ച്വലി ഈ ഒരു പദം ശരിക്കും ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞൊരു ചോദ്യമാണ്. ഇൻ എ ബ്ലാക്ക് നെയ്ബർഹുഡ് യു വുഡ് നോട്ട് ഡെയർ own a cat, especially a black cat. Trevor and his mother had decided to design and display a poster offering the cats for adoption. അപ്പം അഡോപ്ഷന് വേണ്ടി പൂച്ചകളെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ നമ്മളുടെ ട്രെവറിൻ്റെ അമ്മയും കൂടെ ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ഡിസൈൻ ചെയ്യാനാണ് പുസ്തകത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയൊരു പോസ്റ്റർ അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം നോക്കി, ഗീവ് എ ബ്ലാക്ക് കാറ്റ് എ ചാൻസ്. ഒരു കറുത്ത പൂച്ചക്കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കൂ. അഡോപ്റ്റ് ചെയ്യൂ അതിനെ. ഡോൺ ഷോപ്പ്, സേവ് എ ലൈഫ്. അപ്പം ദത്തെടുക്കുക, ഒന്ന് ഷോപ്പിൽ പോയി വാങ്ങണ്ട, ഒരു ജീവൻ സേവ് ചെയ്യുക. ബ്ലാക്ക് ക്യാറ്റ്സ് ആർ ലവിങ്, ലോയൽ ആൻഡ് ജസ്റ്റ് ആസ് വണ്ടർഫുൾ ആസ് എനി അതർ. ഇപ്പം ബ്ലാക്ക് ക്യാറ്റ്സ് ഭയങ്കര സ്നേഹമുള്ളതാണ്, ആത്മാർത്ഥതയുള്ളതാണ്, ഭയങ്കര വണ്ടർഫുൾ ആണ് വേറെ എന്തിനേക്കാളും. ദേ ബ്രിങ് ജോയ്, കമ്പാനിയൻഷിപ്പ് ആൻഡ് അൺകണ്ടീഷണൽ ലവ്. അപ്പം നമുക്ക് സന്തോഷവും ഒരു കൂട്ടും ഒക്കെയാണ്, ഒരുപാട് സ്നേഹവും ഒക്കെ പൂച്ചകൾ നൽകും. ഗീവ് ദം എ സേഫ് ഹോം ആൻഡ് ദേ വിൽ ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ. അപ്പോൾ അവർക്കൊരു സേഫ് ഹോം കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പോസ്റ്ററിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ, ഓപ്പൺ യുവർ ഹാർട്ട്, ഓപ്പൺ യുവർ ഹോം, അഡോപ്റ്റ് എ ബ്ലാക്ക് ക്യാറ്റ് ടുഡേ. ഇന്ന് തന്നെ ഒരു ബ്ലാക്ക് ക്യാറ്റിനെ അഡോപ്റ്റ് ചെയ്യൂ. ബി കൈൻഡ്, ബി ദി ചേഞ്ച്. അപ്പോൾ നിങ്ങൾ കൈൻഡായിട്ട് പെരുമാറൂ, ഒരു മാറ്റം കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കുറച്ചും കൂടെ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും അത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ യു ക്യാൻ യൂസ് ദിസ് ആസ് എ റെഫറൻസ് പിക്ചർ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് us pause and ponder. പുസ്തകത്തിന് ഇടഭാഗത്തുള്ള ചോദ്യമാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ ബൈസൈക്കിൾ ബട്ട് വിത്ത് ഇമോഷൻസ്. വാട്ട് ഡസ് ട്രെവർ മീൻ ബൈ ദിസ്? അതായത് ട്രെവർ പറയുന്നുണ്ട് ഇതൊരു സൈക്കിൾ പോലെയാണ് പക്ഷേ വികാരങ്ങളുള്ളത്. എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? നമ്മളുടെ ഫൂഫിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ട്രെവർ ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? Trevor means that once you learn how to ride a bicycle, you never forget it. Similarly, once you build a close relationship with a dog, the love, trust, and memories remain with you forever. Unlike a bicycle, a dog has feelings and emotions. എന്താണ് അതിൻ്റെ അർത്ഥം? സൈക്കിൾ ഓടിക്കാൻ പഠിച്ചാൽ അതൊരിക്കലും മറക്കാത്തതുപോലെ ഒരു നായയുമായി ഉണ്ടാകുന്ന സ്നേഹബന്ധവും വിശ്വാസവും ജീവിതകാലം മുഴുവനും മനസ്സിൽ നിലനിൽക്കുമെന്നാണ് ട്രെവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സൈക്കിളിന് എന്തില്ല? വികാരങ്ങളില്ല. നായയ്ക്ക് സ്നേഹവും വികാരങ്ങളും ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, where do you think Fufi was going and why? അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, പുസ്തകത്തിൻ്റെ ഇടഭാഗത്ത് വന്ന ചോദ്യം ആയതുകൊണ്ടാണ്. കഥ മുഴുവൻ അറിയാവുന്നവർക്ക് ഉത്തരം അറിയാം. അപ്പോൾ ഫൂഫി എവിടേക്കാണ് പോയിരുന്നതെന്ന് നിങ്ങൾ കരുതുന്നു, എന്തുകൊണ്ട്?
So Fufi was probably going to nearby houses. Her naughty nature often made her wander around. She liked exploring new places, meeting people, and enjoying life as a part of her adventurous spirit. എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൂഫി അടുത്തുള്ള വീടുകളിലേക്കായിരിക്കാം പോയിരുന്നത്. അവളുടെ വികൃതിയും കൗതുകം നിറഞ്ഞ സ്വഭാവവും കാരണം അവൾ ഇടയ്ക്കിടയ്ക്ക് അലഞ്ഞു നടക്കുമായിരുന്നു. പുതിയ സ്ഥലങ്ങൾ കാണാനും ആളുകളെ കാണാനും തൻ്റെ എന്താ പറയുന്ന സാഹസിക സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് ജീവിതം ആസ്വദിക്കാനുമാണ് അവൾ അങ്ങനെ പോയിരുന്നത് എന്ന് ഞാൻ കരുതുന്നു എന്നുള്ളൊരു ഉത്തരം നമുക്ക് അവിടെ എഴുതാം. നോക്കിയേ, ഇനി അടുത്ത ചോദ്യം എന്താണ്? ഒരു ഡയറി എഴുതാനാണ്. ആരുടെ ഡയറി എഴുതാനാണ്? ട്രെവറിന്റെ ഡയറി എഴുതാനാണ്. To see her with another boy acting like she didn't know me after I raised her after all the nights we spent together. I was heartbroken. Trevor jots down his feelings in his diary. Write a likely diary entry. അപ്പോൾ ആണെങ്കിൽ നമ്മളുടെ ഫൂഫി മറ്റൊരു ആൺകുട്ടിയുമായിട്ട് നിൽക്കുന്നതൊക്കെ കണ്ട് തിരിച്ചു വന്ന ട്രെവറിനുണ്ടായ ഒരു ഹാർട്ട് ബ്രോക്കൺ ഫീലിങ്ങിനെ ഒരു ഡയറി ആയിട്ട് എഴുതാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഡയറി എൻട്രി എഴുതുന്ന ഫോർമാറ്റ് അറിയാമല്ലോ. അപ്പം നിങ്ങൾ ഏത് ദിവസമാണ് ഡയറി എഴുതുന്നത് എന്നുള്ളത് ഡേറ്റും ഡേയും വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ടൈമോ പ്ലേസും ഒക്കെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഇവിടെ 12th ജൂലൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നിങ്ങൾ എഴുതുന്ന സമയവും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഡയറി എഴുതാൻ തുടങ്ങുകയാണ്. ഡിയർ ഡയറി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഡയറിക്ക്, അങ്ങനെയൊക്കെ നമുക്ക് തുടങ്ങാം. ഐ ഡോണ്ട് നോ ഹൗ ടു റൈറ്റ് ദിസ്. എനിക്കറിയില്ല എങ്ങനെ ഇത് എഴുതണമെന്ന്. ബട്ട് മൈ ഹാർട്ട് ഫീൽസ് സോ ഹെവി ടുഡേ. ഇന്നെൻ്റെ ഹൃദയം വളരെ ഭാരമുള്ളതാണ്. ടു സീ ഹർ വിത്ത് അനദർ ബോയ്. അവളെ വേറൊരു പുരുഷനുമായിട്ട്, ഒരു ആൺകുട്ടിയുമായിട്ട് ഞാൻ കണ്ടു. ആക്ടിങ് ലൈക്ക് ഷീ ഡിഡ് നോട്ട് നോ മീ വാസ് ലൈക്ക് എ നൈഫ് ടു മൈ ഹാർട്ട്. അതായത് അവൾ എന്നെ അറിയാത്തതുപോലെ പെരുമാറിയത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. നൈഫ് ടു മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിലൊരു കത്തി കയറിയ പോലെ ആയെന്ന്. ആഫ്റ്റർ ഐ റേസ്ഡ് ഹർ വിത്ത് സോ മച്ച് ലവ്, ആഫ്റ്റർ ഓൾ ദി നൈറ്റ്സ് വി സ്പെൻഡ് ടുഗെദർ, her purring beside me, or little games, the way she would curl up next to me and trust me completely. I never thought she would forget all that. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ അവളെ എത്രയോ സ്നേഹത്തോടെ വളർത്തി. ഞങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച രാത്രികൾ, അവൾ എൻ്റെ അടുത്ത് ചേർന്ന് കിടന്ന നിമിഷങ്ങൾ. അപ്പോൾ പൂച്ചയല്ല, നമ്മുടെ പട്ടിക്കുട്ടി ഫൂഫി കയറിക്കിടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഞങ്ങളുടെ ചെറിയ കളികൾ, എന്നിൽ പൂർണ്ണ വിശ്വാസം വെച്ച് അവൾ എൻ്റെ അരികിൽ ചുരുണ്ട് കിടന്നത്. അപ്പോൾ ഫൂഫി ഇങ്ങനെ ചുരുണ്ട് കിടന്നതും ഇതെല്ലാം അവൾ മറന്നു പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് നമുക്ക് ട്രെവർ പറയുന്നതായിട്ട് എഴുതാം. സോ മേബി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പക്ഷേ ഐ വാസ് ഫൂളിഷ് ടു തിങ്ക് ഷീ വുഡ് ഓൾവേസ് സ്റ്റേ. അവൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയത് എന്തായിരിക്കാം? എൻ്റെ തെറ്റായിരിക്കാം. മേ ബി ദാറ്റ്സ് വാട്ട് ലവ് ഈസ്. ചിലപ്പോൾ അതായിരിക്കാം സ്നേഹം എന്ന് പറയുന്നത്. ടു കെയർ വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. അതായത് പ്രതിഫലമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കണം. ബട്ട് ഇറ്റ് സ്റ്റിൽ ഹേർട്ട്സ് സോ മച്ച്. പക്ഷെ ഇപ്പോഴും അതെന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു. ഐ വിഷ് ഷീ വാസ് ഹാപ്പി. എന്നിരുന്നാലും അവൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഐ വിൽ ഓൾവേസ് ലവ് ഹെർ നോ മാറ്റർ വാട്ട്. അപ്പം ഞാൻ എപ്പോഴും അവളെ സ്നേഹിക്കും. എങ്ങനെയൊക്കെ ആണെങ്കിലും, അവൾ എന്താണെങ്കിലും ഞാൻ അവളെ സ്നേഹിക്കും. ഐ ജസ്റ്റ് ഹോപ്പ് വൺ ഡേ ഷീ റിമെമ്പേഴ്സ് ദ ബോയ് ഹു ലവ്ഡ് ഹെർ ലൈക്ക് ഷീ വാസ് ഹിസ് ഹോൾ വേൾഡ്. അതായത് അവളെ തൻ്റെ ലോകം മുഴുവൻ പോലെ സ്നേഹിച്ച ആ ബാലനെ, അതായത് ആ കുട്ടിയെ ഒരു നാൾ അവൾ ഓർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ട്രെവറിൻ്റെ ലെറ്റർ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ലെറ്റർ മനസ്സിലായി, അത് എഴുതാൻ ഈസിയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ലാസ്റ്റ് ഒരു ചോദ്യമാണ്. യു ഡു നോട്ട് ഓൺ ദി തിങ് യു ലവ്. ട്രെവർ സെയ്സ് ഹി ലേൺ ദിസ് ലെസൺ അറ്റ് ദി യങ് ഏജ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്നതിനെ നിങ്ങൾ സ്വന്തമാക്കുന്നില്ല. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ താൻ ഈ പാഠം പഠിച്ചുവെന്ന് ട്രെവർ നമ്മളോട് പറയുന്നുണ്ടല്ലോ. ഹൗ ഡു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഇൻഫ്ലുവൻസ് ദി വേ വി അണ്ടർസ്റ്റാൻഡ് ലവ് ആൻഡ് റിലേഷൻഷിപ്സ്. അതായത് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ സ്നേഹത്തെയും ബന്ധങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് നിങ്ങളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ അനലൈസ് ട്രെവേഴ്സ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ആൻ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവത്തെ ആസ്പദമാക്കി ട്രെവറിൻ്റെ ഈ പ്രസ്താവനയെ വിശകലനം ചെയ്യുക എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല എങ്കിൽ ഞാനിവിടെ ഒരു അനുഭവം നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പം 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് എന്താണെന്നൊന്ന് മെൻഷൻ ചെയ്യാം. നോക്കിയേ, ലവ് ഇസ് അബൌട്ട് കെയർ നോട്ട് പൊസഷൻ. അപ്പം സ്നേഹം എന്നത് എന്താണ്? കരുതലാണ്, പൊസഷൻ അല്ല. പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥതയല്ലോ. ഒരാളുടെ ഉടമസ്ഥനായിട്ട് ഇരിക്കുക എന്നുള്ളതല്ലല്ലോ സ്നേഹം. ചൈൽഡ്ഹുഡ് ടീച്ചസ് ഡീപ് ലെസൺസ്. കുട്ടിക്കാലം ജീവിതത്തെ വലിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലേ?
എമ്പതി ആൻഡ് മെച്യൂരിറ്റി ഗ്രോ വിത്ത് എക്സ്പീരിയൻസ്. എന്താണ്? അനുഭവങ്ങൾ നമ്മുടെ സഹാനുഭൂതിയും പക്വതയും എന്ത് ചെയ്യുന്നു? വളർത്തുന്നു എന്നാണ് അർത്ഥം. പിന്നെ ഫ്രീഡം ബിൽഡ് സ്ട്രോങ്ങർ റിലേഷൻഷിപ്സ്. അതായത് സ്വാതന്ത്ര്യം ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നോക്കാം, റെഫറൻസ് ടു മൈ ലൈഫ്. അപ്പം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എഴുതാം, when I was little I had a pet kitten Muffin. അപ്പം ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ എനിക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താണ്? മഫിൻ ആണ്. ഐ ലവ്ഡ് ഹെർ സോ മച്ച് ദാറ്റ് ഐ ഡിഡ് നോട്ട് ലൈക്ക് ലെറ്റിംഗ് എനി വൺ എൽസ് പ്ലേ വിത്ത് ഹെർ. അപ്പം എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറെ ആരും അവളുടെ കൂടെ കളിക്കുന്ന പോലും എനിക്കതുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു. ഐ വാണ്ടഡ് ഹെർ ടു സ്റ്റേ വിത്ത് മീ ഓൾ ദി ടൈം. എനിക്ക് എപ്പോഴും അവൾ എൻ്റെ കൂടെ തന്നെ വേണമായിരുന്നു. ബട്ട് വൺ ഡേ ഐ നോട്ടീസ്ഡ് ഷീ വുഡ് റൺ അവേ ആൻഡ് ഹൈഡ് വെനെവർ ഐ ട്രൈ ടു ഹോൾഡ് ഹെർ ടു ടൈറ്റ്ലി. അപ്പം ഞാൻ ഒരു ദിവസം ശ്രദ്ധിച്ചു, ഞാൻ അവളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവൾ ഇറങ്ങി ഓടുന്നത്, എൻ്റെ അടുത്ത് നിന്ന് പോകുന്നത്. ഐ ഫെൽറ്റ് സാഡ് ആൻഡ് കൺഫ്യൂസ്ഡ്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ദെൻ മൈ മദർ ജെന്റ്ലി ടോൾഡ് മീ. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, യു ലവ് ഹെർ സോ ലെറ്റ് ഹെർ ബി ഫ്രീ. നീ അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവളെ ഫ്രീ ആയിട്ട് നീ വിടുക. ഷീ വിൽ കം ടു യു വെൻ ഷീ ഫീൽസ് ഹാപ്പി ആൻഡ് സേഫ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവൾ നിൻ്റെ അടുത്ത് തിരിച്ചു വരും. അവൾ സന്തോഷത്തോടെ സേഫായിട്ടും വരും എന്ന്. ഐ സ്റ്റാർട്ടഡ് ഗിവിങ് മഫിൻ സ്പേസ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? മഫിന് കുറച്ച് സ്പേസ് കൊടുക്കാൻ തീരുമാനിച്ചു. അവളെ അവളുടെ ഇഷ്ടത്തിന് വിടാൻ തീരുമാനിച്ചു. ഐ ഡിഡ് നോട്ട് ഫോഴ്സ് ഹെർ ടു സ്റ്റേ വിത്ത് മീ. ഞാൻ അവളെ എൻ്റെ അടുത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാനൊന്നും പോയില്ല. സ്ലോലി ഷി ബിഗാൻ ടു ട്രസ്റ്റ് മീ മോർ. അപ്പോൾ പതുക്കെ പതുക്കെ അവൾ എന്നെ ഒരുപാട് വിശ്വസിക്കാൻ തുടങ്ങി. ഷി വുഡ് കം ആൻഡ് സിറ്റ് ബിസൈഡ് മീ ഓൺ ഹെർ ഓൺ. അപ്പോൾ അവൾ അവളുടെ ഇഷ്ടത്തിന്, ഹെർ ഓൺ, അവളാൽ തന്നെ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ തുടങ്ങി. പേർ സോഫ്റ്റ്ലി. പേർ മീൻസ് ദ സൗണ്ട്, അത് പൂച്ച ഉണ്ടാക്കുന്ന സൗണ്ടിനാണ് പറയുന്നത്. അപ്പോൾ പതുക്കെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് സ്ലീപ്പ് നിയർ മീ, എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ദാറ്റ് ഡേ ഐ അണ്ടർസ്റ്റുഡ്. ആ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത്, എന്ത്? ലവ് ഇസ് നോട്ട് അബൌട്ട് കീപ്പിംഗ് സമൺ വിത്ത് യു ഓൾ ദി ടൈം. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ എപ്പോഴും നമ്മുടെ കൂടെ പിടിച്ചു നിർത്തുന്നതല്ല. പിന്നെന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് മേക്കിംഗ് ദം ഫീൽ സേഫ്. അതായത് അവർക്ക് സുരക്ഷിതത്വവും സന്തോഷവും സ്വാതന്ത്ര്യവും അനുഭവപ്പെടുന്ന വിധത്തിൽ സ്നേഹിക്കുന്നതാണ്. കണ്ടോ? മേക്ക് ദം ഫീൽ സേഫ്, ഹാപ്പി ആൻഡ് ഫ്രീ. യു ഡു നോട്ട് ഓൺ ദി തിങ് യു ലവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്നേഹിക്കുന്നവരെ സ്വന്തമാക്കുന്നില്ല, പിന്നെയോ എന്താണ്? യു ചെറിഷ് ഇറ്റ്. യു ചെറിഷ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അവരെ വിലമതിക്കുകയും കരുതുകയും ചെയ്യുന്നു. സോ ട്രെവേഴ്സ് വേർഡ്സ് റിമൈൻഡ് മീ ഓഫ് ദാറ്റ് ലെസൺ. അപ്പം നമുക്കത് എങ്ങനെ എന്ത് ചെയ്യാം? നമ്മുടെ ജീവിതത്തിൽ നടന്ന കഥയായിട്ടാണ് നമ്മൾ ഇതിനെ എഴുതുന്നത്. അപ്പം ട്രെവറിൻ്റെ വാക്കുകൾ എന്നെ ആ ജീവിതപാഠം ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് എൻഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത് റെഫർ ചെയ്തിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്. താങ്ക് യു.